வணக்கம் நண்பர்களே. நிறைய பேர் ஆரோக்கியமாய் இருக்கணும், ജിമ്മുക്ക് പോകണം, ഇല്ലെന്ന ദിനവും 1 മണി നേരം എക്സസൈസ് பண்ணണമെന്ന് நினைக்கிற. ஆனால் நிஜமாவே அவ்வளவு தேவையா? நம்ம தினசரி வாழ்க்கையில் பண்ணுற நிறைய കാര്യങ്ങളെ ഉടൻ செயல்பாட்டில் ഒരു ഭാഗം. ഉദാഹരണത്തുക്ക് നടക്കറതു, പടിക്കട്ട് ഏറ്റതു, വീട്ടിൽ വേല ചെയ്യറതു, തോട്ട വേല ചെയ്യും ഇടത്തിൽ ഉടമ്പെ അസൈക്കിற വേല, കാടേക്കോ പള്ളിവാസലേക്കോ അരികിലുള്ള ഇടത്തുക്കോ നടന്ന് പോറതു, ഇവയെല്ലാമേ നമ്മെ ദിനസരി ഉടൽ செயல்பாட்டிൽ ഒരു ഭാഗം. നമാസ് ചെയ്യുമ്പോഴും നിക്കറോം കുനിയറോം സുജൂദ് ചെയ്യറോം ഉട്ടുകാരറോം മറുപടിയും എഴുത്തു നിക്കറോം. അതിനാൽ നമാസയും ഉടൽ ഉയക്കം ഒരുക്ക്. ആന ഒരു മുഖ്യമായ വിഷയത്തെ നിലവിൽ വെക്കണം. എല്ലാ ഉടൽ ഇയക്കവും ഒരേ അളവിലാതെ ഇല്ല. അതിനാൽ നാം കേൾക്ക വേണ്ടിയ മുഖ്യമായ കേൾവി, നമ്മ ദിനസരി ആക്ടിവിറ്റി ആരോഗ്യത്തുക്ക് പോത്തുമ. അതേ സുലഭനിധിക്ക് ഒരു എളിയ മുறை பார்க்கலாம். முதல டாக் டெஸ்ட். நீங்கள் நடக்கும்போது உங்கள் மூச்சை கவனிங்க. ரொம்ப மெதுவாக நடந்தால் சுலபமாக பேசலாம், பாடவும் முடியும். ஆனால் கொஞ்சம் வேகமாக நடந்தால் பேச முடியும், ஆனால் பாடுறது கொஞ்சம் கஷ்டமாയിരിക്കും. ഇത് പൊതുവാக മാഡറേറ്റ് ഇൻറ്റൻസിറ്റി ആക്ടിവിറ്റിയിൽ ചൊല്ലപ്പെടാത്ത അളവ്. അതിനാൽ ഉங்கள் ഒരു നാളെ പറ്റി யோசிங்க. எவ்வளவு நேரம் நடந்தீங்க, எவ்வளவு நேரம் விட்டு வேலை செய்தீங்க, எவ்வளவு நேரம் படிக்கட்டு ஏறினீங்க, உதிலாய் அளவு நேரம் உங்கள் முச்சு கொஞ்சம் வேகாச்சு. 150 நிமிஷ டெஸ்ட். ஒவ்வொரு வாரம் முடிவில் உங்களை கேளுங்க. இந்த வாரம் நான் குறைஞ்சது 150 நிமிஷம் மிதமான உடல் செயல்பாடு செய்தேனா. உதாரணத்துக்கு 30 நிமிஷம் பிரிஸ்க் வாக்கிங். வாரத்துக்கு 5 நாள் 30 பெருக்கல் 5, அதாவது 150 நிமிஷம். ഇത് എല്ലാം ഒരേ തടവിലെ ചെയ്യണം. അവശ്യമില്ല നാളിലെ സിരു നേരങ്ങളോ ചിരിച്ചു ചെയ്യലാം. നടക്കറതു വിട്ട് വേല പടിക്കട്ടേറതു. വേല ചെയ്യുമ്പോൾ ഉടമ്പை അസൈക്കിற വേല ഇവ എല്ലാം ഉങ്കയും ഇത്രയും തപ്പിയും കൊഞ്ചം അധികരിച്ചു. അത് മിതமான ആക്ടിവിറ്റി നേരத்துக்கு ചേരലാം. ഇപ്പോൾ ரொம்ப സിമ്പിളാണ് എക്സസൈസ് റൂട്ടിൽ വില ഉയർന്ന സാധനം ഏതുവും വേണ്ട. മുതല 5 മുതൽ 10 നിമിഷം brisk വാക്കിംഗ്. വീട്ടുക്കുള്ളിയോ വെളിയിലെയോ നടக்கலாம். അടുത്തത് ചെയർ സിറ്റ് ടു സ്റ്റാൻഡ്. ഒരു നില കാലിൽ ഇട്ട് കാരുങ്ങ. മെതുവ എഴുന്നു നിൽക്കുക. മറുപടിയും മെതുവ ഉട്ടുകാരുങ്ങ. ഉങ്ക നിറമയ്ക്ക് എത്ത മാതിരി ചില തടവെ ചെയ്യുക. അടുത്തത് വാൾ പുഷപ്പ്. സുവരിലെ 2 കൈകളെയും വേണ്ട ഉടവെ മെതുവ സുവരക്ക് അരുകെ കൊണ്ടുപോകുക. പിറ കൈകളെ ഉപയോഗിച്ച് ഉടമ്പെ മെതുവ പിന്നോട്ട് തള്ളുക. അടുത്തത് ഫീൽ റൈസ്. പാത നിന്നു കൊങ്ങ. തേപ്പട്ടാന്ന് കാലിയായോ സുവരത കാൽ വിരൽച്ചുള്ളിൽ പേർ മെതുവ ഉയരുക. പിറകു കാലെ മെതുവ കീഴെ ഇറങ്ങുക. കടസില കൊഞ്ചം മെന്മതെ സ്ട്രെച്ചിങ് ചെയ്യലാം. ഉളവ് കൂടെ ഒരു നല്ല ആരംഭം. വാരത്തിൽ കുറ 2 നാൾ മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് ചേർത്താൽ ഇതും നല്ലത്. ഡെയിലി ആക്ടിവിറ്റീസക്ക് ഒവ്വൊരു 3 കേൾവി മാത്രം കേളുക. മുതല ഇന്ന എവ്വളവ് നേരം ഉടമ്പെ അസൈത്തൻ
அதில் எளவு நேரம் என் முச்சு கொஞ்சம் வேகமாக இருந்தது. இந்த வாரம் நான் 150 நிமிஷம் மாடரேட் ஆக்டிவிட்டிக்கு நெருங்கி கிடக்கணும். பதிலாம்னா ரொம்ப நல்லது, இல்லைன்னா கவலைப்பட வேண்டாம். അടുത്ത നാൾ വെറും 10 നിമിഷം ബ്രിസ്ക് വാക്കിംഗ് പിറ മെതുവാ നേരത്തെ അധികരിച്ചേക്കാം. ഒരു മുഖ്യമായ വിഷയം നിങ്ങളിൽ വെക്കണം. എക്സസൈസ് അപ്പടിന്ന ജിം മാത്രമില്ല. നടക്കതു, പഠിക്കട്ട് ഏറത്, വേല ചെയ്യുമ്പോൾ ഉടമ്പെ അസർക്കതു, ദിനസരി വാക്ക്, മറ്റേ ഉടൽ செயல்பாடுകൾ ഇവയെല്ലാം നമ്മെ മൊത്ത ഫിസിക്കൽ ആക്ടിവിറ്റി ഒരു ഭാഗം. പ്രാർത്ഥനയും നമാസും ചെയ്യുമ്പോൾ ഉടൽ ഉയക്കം ഒരുക്ക്. ஆனால் நம்ம ஆக்டிவிட்டி போதுமா இல்லையோ എന്ന് பார்க்கும்போது വെറും நான் எவ்வளவு அசங்க அப்படின்னு மாத்திரம் கேட்க. അതോടൊപ്പം എളവ് തീവ്രമാ. உங்கள் വയസ്സ് அதிகமாக இருந்தால் നീണ്ട കാലമായി എക്സസൈസ് ചെയ്യാമായിരുന്ന അല്പത് ഇതേ മുച്ചു പ്രശ്ന കടമുട്ടുവലി അല്ലതു വേറെ മുഖ്യ നല്ല പ്രശ്നം ഇരുന്നാൽ കഠിന എക്സസൈസ് ആരംഭിക്കുന്നത് മുമ്പേ ഡോക്ടർ ആലോചന എടുക്കുന്നത് നല്ലത്. അപ്പടി ഒരു സിമ്പിളാ മുടി എക്സസൈസ് എടുക്കലാം. കൊഞ്ചം അധികமாக നടക്കലാം, കൊഞ്ചം അധികமாக അസന്ത വാരത്തോட ആക്ടിവിറ്റി നേരത്തെ ചെക്ക് പണ്ണ. ദിനവും ഇയങ്കതോ ചില കാലത്തിൽ വലിയ ആരോഗ്യ പ്രസൻറ്റ്. താങ്ക്സ് ഓൾ.